ഐഷാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമ്മുടെ സ്വന്തം ചുക്കപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ചുക്കപ്പം എല്ലാവർക്കും അറിയാവുന്ന ഒരു ബേക്കറി സ്നാക്ക് തന്നെ ആയിരിക്കും. പിന്നെ ഇത് ഒരുപാട് നാൾ നമുക്കിത് തയ്യാറാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പുറത്തുനിന്ന് ഇത് ഒരുപാട് നാൾ കേടുകൂടാതെ നമുക്ക് എടുത്ത് വെക്കാം. അതുകൊണ്ട് തന്നെ നമുക്കിത് ഗൾഫിലേക്കൊക്കെ കൊടുത്തയക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പി കൂടിയാണ്. പിന്നെ വൈകുന്നേരമൊക്കെ ചായക്കൊക്കെ പെട്ടെന്ന് നമുക്ക് കഴിക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്. എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന സ്നാക്കാണ്. പിന്നെ എല്ലാവർക്കും ഒരേപോലെ തയ്യാറാക്കാനും പറ്റും. വളരെ ഈസിയാണ്. അരിപ്പൊടി മാത്രം മതി ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഐഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. അതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ കേട്ടോ. ആദ്യം നമുക്ക് ഇതിലേക്ക് നമ്മൾ പത്തിരിക്കൊക്കെ മാവ് കുഴയ്ക്കുന്ന പോലെ ഒരു മാവ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാന് ചൂടാക്കിയിട്ട് ഞാൻ ഒരു 1-2 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓയിലിന് പകരം നെയ്യാണ് ഇവിടെ ചേർക്കുന്നത്. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും നെയ്യ് ചേർത്താൽ, അല്ലെങ്കിൽ ഓയിൽ ചേർത്താലും മതി. അതിലേക്ക് ചെറിയ ഉള്ളി ഒരു 2-3 ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞത് ചേർത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം. വല്ലാണ്ട് ഗോൾഡൻ കളർ ഒന്നും ആവണ്ട. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിക്കാം. അതായത് വെള്ളത്തിൻ്റെ കണക്കെന്ന് പറയുന്നത് നമ്മൾ ഏത് കപ്പിലാണോ പൊടി അളക്കുന്നത് ആ സെയിം കപ്പിൽ തന്നെ സെയിം അളവിൽ തന്നെ നമ്മൾ വെള്ളം എടുക്കണം. വെള്ളവും പൊടിയും ഒരേ അളവാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ വെള്ളപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കുക. എന്നിട്ടാണ് നമ്മളിതിലേക്ക് പൊടി ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ പൊടി എടുത്തിട്ടുള്ള കപ്പ് നേരത്തെ ഞാൻ വെള്ളം എടുത്തിട്ടുള്ള കപ്പാണ്. ഞാൻ മെഷറിംഗ് കപ്പ് ഒന്നുമല്ല യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ സെയിം കപ്പിൽ തന്നെയാണ് നമ്മൾ അരിപ്പൊടി എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അരിപ്പൊടി ഞാൻ 1 കപ്പ് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളത്തിൽ നമ്മളിത് അരിപ്പൊടി വാട്ടിയെടുക്കരുത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടിത്തെറിച്ച് പോവും. വെള്ളം പാടില്ല മാവിൽ. പിന്നെ ചില അരിപ്പൊടിക്ക് നമ്മൾക്ക് കുറച്ചുകൂടെ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അതായത് നമ്മൾ ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് മാവിൻ്റെ പരുവത്തിൽ ഇങ്ങനെ റോൾ ചെയ്തെടുക്കാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂണ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നിറയെ കരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. അതാണ് ഇതിൻ്റെ സ്പെഷ്യൽ ടേസ്റ്റ് കേട്ടോ ഈ ചുക്കപ്പത്തിൽ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കരിഞ്ജീരകം മസ്റ്റാണ്. അപ്പോൾ കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല. ഒരുപാട് കരിഞ്ജീരകം ഇട്ട് നമ്മളിത് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടും. അപ്പോൾ ഞാനിപ്പോൾ 2-3 മിനിറ്റ് ഇതുപോലെ വാട്ടിയെടുത്ത ശേഷം ഫ്ലെയിം ഓഫാക്കി വെക്കുകയാണ്. ഇനി കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കുക. നമുക്ക് തുറന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതൽ ഡ്രൈ ആയി പോകും. അപ്പോൾ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു 1-2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലെ വലിയ പ്ലേറ്റിലേക്ക് ഒന്ന് മാറ്റാം. നമുക്കിത് കുഴച്ചെടുക്കാനുണ്ട്. പിന്നെ ഇത് വല്ലാണ്ട് ചൂടാറാൻ കാത്തു നിൽക്കരുത്. ചൂടാറിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഒരു ഇളം ചൂടോട് കൂടിയിട്ട് പത്തിരി മാവൊക്കെ കുഴക്കുന്ന പോലെ തന്നെയാണ് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ കുഴക്കുന്ന സമയത്ത് കയ്യിൽ കുറച്ച് വെള്ളം വേണമെങ്കിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് കുഴയ്ക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ വെള്ളം ചൂടുവെള്ളം വേണ്ട കേട്ടോ, സാധാ വെള്ളം മതി. പിന്നെ ഈ ചുക്കപ്പം ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. പക്ഷെ ചിലർ പറഞ്ഞിട്ടുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ചുക്കപ്പം നമ്മൾ ഫ്രൈ ആക്കുന്ന സമയത്ത് പൊട്ടിത്തെറിച്ച് പോകുന്നുണ്ടെന്നാണ്. അപ്പോൾ അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മാവിൽ ഒരുപാട് വെള്ളം ഉണ്ടാകുമ്പോഴാണ് അങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്. അപ്പോൾ നമ്മൾ മാവിൽ അധികം വെള്ളത്തിൽ കുഴച്ചെടുക്കാൻ പാടില്ല. അപ്പോൾ വല്ലാണ്ട് കുഴയ്ക്കാതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളത്തിൽ നമ്മളിത് കുഴച്ചെടുക്കണ്ട. അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശരിക്കും നമ്മൾ ഇതിലേക്ക് 1 മുട്ട വേണമെന്നൊക്കെയാണ് നമ്മൾ പറയാറ്. പക്ഷേ 2 കപ്പ് അരിപ്പൊടിയിലേക്കും 3 കപ്പ് അരിപ്പൊടിയിലേക്കും നമുക്ക് 1 മുട്ട മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതുപോലെ 1 മുട്ട എടുത്തിട്ട് ഇതുപോലെ കലക്കി എടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ്. ആവശ്യത്തിന് മാത്രമേ എടുക്കുന്നുള്ളൂ. 1 മുട്ട മൊത്തത്തിൽ നമുക്കിതിലേക്ക് വേണ്ടി വരുന്നില്ല. അപ്പോൾ നമ്മൾ ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കുറേശ്ശെ ഒഴിച്ചിട്ട് നമ്മൾ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക നന്നായിട്ട്.
ഞാനിപ്പോൾ ഇതുപോലെ ചെയ്ത് കാണിക്കാനുള്ള കാരണം വേറൊന്നുമല്ല. ഞാനിപ്പോൾ 1 കപ്പ് അരിപ്പൊടി കൊണ്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ 2 3 കപ്പ് അരിപ്പൊടി കൊണ്ടൊക്കെ ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് മുട്ടയുടെ അളവും കൂട്ടിയെടുക്കണ്ട. ഒരു മുട്ട കൊണ്ട് തന്നെ ചിലപ്പോൾ 3 കപ്പ് അരിപ്പൊടിക്ക് ധാരാളമാവും. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ട് കുറേശ്ശെ ചേർത്തിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കാം. നമുക്ക് തന്നെ മനസ്സിലാവും ഏകദേശം സോഫ്റ്റ് ആയിട്ടുണ്ടോയെന്ന്. വല്ലാണ്ട് സോഫ്റ്റ് ആവേണ്ട ആവശ്യമില്ല, എന്നാലും കുറച്ചൊക്കെ സോഫ്റ്റ് ആവണം. നമുക്ക് റോൾ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലാവണം കേട്ടോ. അപ്പോൾ ഞാൻ മാവ് ഇപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ചെറിയ ബോൾസ് എടുത്തിട്ട് ഇങ്ങനെ നീളത്തിൽ റോൾ ചെയ്തെടുക്കുക. അപ്പോൾ അങ്ങനെ റോൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ബോൾസ് ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതായത് ബട്ടൺ ഷേപ്പിലാണ് നമ്മളിത് ആക്കിയെടുക്കുന്നത്. ആ ഒരു ഷേപ്പാണ് ചുക്കപ്പത്തിന് വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് റോൾ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ, വീട്ടിലുണ്ടെങ്കിൽ അവരെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ നന്നായിട്ട് ഇത് ചെയ്തു തരും. അവർക്കും ഇഷ്ടമാവും. നമുക്ക് വെറുതെ സമയം കളയേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഇങ്ങനെ റോൾ ചെയ്യുമ്പം ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. വല്ലാണ്ട് കട്ടിയിൽ നമ്മൾ റോൾ ചെയ്തെടുക്കരുത്. അങ്ങനെ വരുമ്പം അതിൻ്റെ അകത്തൊക്കെ വേവാൻ ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ നമ്മൾക്ക് ആ ഒരു ക്രിസ്പിനെസ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചെറിയ ബട്ടൺ ഷേപ്പിലാക്കി എടുക്കുക. അതുപോലെ തന്നെ വല്ലാണ്ട് കട്ടിയില്ലാണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കും വേണം. വല്ലാണ്ട് കട്ടിയിൽ ബോൾ ഷേപ്പിലാക്കി എടുക്കരുത് കേട്ടോ. കുറച്ച് മാത്രം ഞാൻ ചെയ്തു, പിന്നെ ബാക്കി ഞാൻ മക്കളെ ഏൽപ്പിച്ചു. റോസിനും ഇത് ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ ചെയ്തെടുക്കാനൊക്കെ. പിന്നെ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളത് മാത്രം ഞാൻ ചെയ്തിട്ടുള്ളൂ. ബാക്കിയൊക്കെ പിന്നെ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരത് വല്ലാണ്ട് നല്ല ഷേപ്പിലൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല, അതുപോലെ തന്നെ വലിയ സൈസൊക്കെ ആവും. പക്ഷെ എന്നാലും എന്താ പറയുക, നമുക്ക് ഒരു സഹായമാവുമല്ലോ. ഇതൊക്കെ എല്ലാം കൂടി നമ്മൾ റോൾ ചെയ്തെടുത്ത് കഴിയുമ്പോഴേക്കും ഒരു വിധമാവും. അപ്പോൾ ഞാൻ അവരെ ഏൽപ്പിച്ചിട്ടുണ്ട് മക്കളെ. അപ്പോൾ നമുക്ക് ഫോട്ടോയിലേക്ക് വേണ്ടത് മാത്രം ഞാൻ ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് മാത്രമാണ് നമുക്ക് ഈ ഒരു സ്നാക്ക് റെസിപ്പിയിൽ കുറച്ച് സമയം ഒന്ന് കളയുന്നത്. അപ്പോൾ ഇത് ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി ചെയ്യുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇതെല്ലാ ഏജ് ഗ്രൂപ്പ്സിനും വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ബേക്കറി സ്നാക്കാണ്. ചെറിയ കുട്ടികൾ മുതൽ പ്രായമുള്ളവർക്ക് വരെ വളരെ ഇഷ്ടമുള്ളൊരു സ്നാക്കാണ് ചുക്കപ്പം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ എല്ലാവർക്കും കഴിക്കാമല്ലോ. അപ്പം നമുക്കിനി ഇത് ഫ്രൈ ആക്കിയെടുക്കാം. ഫ്രൈ ആക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. പിന്നെ ഫ്ലെയിം നമ്മൾ കുറച്ച് വയ്ക്കുന്നില്ല. നമ്മളൊരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് നമ്മളിത് ഫ്രൈ ആക്കിയെടുക്കുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം മാത്രം ഇത് ഇട്ട് കൊടുക്കാവൂ, അല്ലെങ്കിൽ ആ ഒരു ക്രിസ്പിനെസ് ഒന്നും കിട്ടില്ല. പിന്നെ കുറച്ചധികം നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മളിതിപ്പോൾ ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത പാട് ഒരിക്കലും മിക്സ് ചെയ്യരുത്. മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരം ഒരു 30 സെക്കൻഡൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം വിട്ട് വന്നിട്ടുണ്ടോയെന്ന്. അപ്പോൾ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇതിപ്പോൾ എല്ലാം കൂടിയാണല്ലോ നമ്മളിപ്പോൾ ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാം കൂടി ഒട്ടി പിടിച്ചിട്ടായിരിക്കും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളപ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാം ആ ഷേപ്പൊക്കെ പോകും. അതുകൊണ്ടാണ് അപ്പോൾ മിക്സ് ചെയ്യരുതെന്ന് പറയുന്നത്. പിന്നെ ഇത് നമുക്കൊന്ന് റെഡിയായി കിട്ടാൻ ഒരു 5 മിനിറ്റൊക്കെ പിടിക്കുമായിരിക്കും. കാരണം വേറൊന്നല്ല, ഇത് നന്നായിട്ട് അകത്തൊക്കെ കുക്കാവണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പം മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ ആണെങ്കിൽ പോലും അകത്തൊക്കെ നന്നായിട്ട് കുക്കാവണമെങ്കിൽ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. പിന്നെ ചുക്കപ്പത്തിൻ്റെ കളറ് ഒരു ലൈറ്റ് ബ്രൗൺ കളറാണ്. അപ്പോൾ അത് ആ ഒരു കളർ ആവുന്നത് വരെ നമ്മൾ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ ഫ്രൈ ആക്കി എടുക്കണം. പിന്നെ നമ്മളിപ്പോൾ ഇത് ഇങ്ങനെ ബോൾസ് ആക്കി എടുക്കുന്നുണ്ടല്ലോ, അത് പലതും പല ഷേപ്പിലാണെങ്കിൽ, അല്ലെങ്കിൽ ചിലത് കട്ടി കൂടുതലുണ്ടെങ്കിൽ ചിലത് വേവാൻ ഇച്ചിരി ടൈം എടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം ഒരേ ഷേപ്പിലാക്കിയെടുക്കാനും ഒരേ അളവിൽ ഒരേ കട്ടിയിലാക്കിയെടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു ബാച്ച് ഫ്രൈ ആക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുന്നുണ്ട്, ടിഷ്യൂലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കളർ മതി, വല്ലാണ്ട് ഡാർക്ക് ആക്കി എടുക്കണ്ട. അപ്പോൾ ഇത് ഞാനിപ്പോൾ അത്യാവശ്യം നേരം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഈ എണ്ണയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ചെറുതായിട്ട് ആ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്, നിർബന്ധമൊന്നുമില്ല. ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കുക.
അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ഫ്രൈ ആക്കി എടുക്കാം. അപ്പോൾ അത് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് എണ്ണ നല്ല ചൂടുണ്ടോ എന്ന് നോക്കുക. നന്നായിട്ട് ചൂടാണ്, അതായത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണമെന്നില്ല. നല്ല ചൂടുണ്ടാവണം എണ്ണ. എന്നിട്ട് പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ആക്കി എടുക്കാൻ. എന്നാലേ അകത്തും പുറത്തൊക്കെ നന്നായിട്ട് ഫ്രൈ ആക്കി കിട്ടുള്ളൂ. ഈ ചുക്കപ്പം ഉണ്ടാക്കുമ്പം 2 കാര്യങ്ങളാണ് കൂടുതലായിട്ടും എല്ലാവരും പറഞ്ഞിട്ടുള്ള പ്രോബ്ലംസ്. അതായത് ചുക്കപ്പം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ പൊട്ടിത്തെറിച്ച് പോകുന്നുണ്ടെന്ന്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാവിൽ ഒരുപാട് വെള്ളം ഉണ്ടായിട്ടാണ്. പിന്നെ രണ്ടാമതായിട്ട് നമ്മൾ ഈ ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പം പെട്ടെന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാവിൻ്റെ ഷേപ്പ് പോവും. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ അരിപ്പൊടി കൊണ്ട് തയ്യാറാക്കിയുള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ചുക്കപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് വേറെ പല സ്ഥലത്തും വേറെ പേരായിരിക്കും ഉണ്ടാവില്ല. നമ്മുടെ മലപ്പുറം ആ ഭാഗത്തൊക്കെ ചുക്കപ്പം എന്നാണ് ഇതിന് പറയുന്നത്. അതുകൊണ്ടാണ് ചുക്കപ്പം എന്ന് പറയുന്നത് കേട്ടോ. ഞാനിത് ഒരുപാട് മുന്നേ ബ്ലോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ റെസിപ്പി. അന്ന് തന്നെ ഒരുപാട് നല്ല നല്ല ഫീഡ്ബാക്ക്സ് കിട്ടിയിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണ്. കുറേ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്നാണ് ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളോടൊന്ന് പറയാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. താങ്ക്